നമ്മളെ വിവാഹം ആലോചിക്കുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരു 3-4 പോയിന്റ്സ് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ, നിങ്ങളുടെ മക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ അല്ലേ. ഇന്നത്തെ കാലത്ത് അറേഞ്ച്ഡ് മാരേജ് കുറവാണ്, എങ്കിലും ഒരു 50% അറേഞ്ച്ഡ് മാരേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് അല്ലാതെ ഇപ്പോൾ വരനും വധുവും സ്വന്തമായിട്ട് അവർ ചൂസ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങളൊരു 3-4 കാര്യങ്ങൾ പയ്യനും ശ്രദ്ധിക്കണം, പെൺകുട്ടിയും ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം പയ്യനെ ചൂസ് ചെയ്യാൻ വേണ്ടി പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാവേ. ഒന്ന്, സംസാരിക്കുമ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിൽ എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റുമോ ചേച്ചിന്ന് ചോദിച്ചാൽ അതല്ല, നിങ്ങൾ ആദ്യം ഇത് ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് ഡിസൈഡ് ചെയ്യൂ. ഒന്നാമത്തെ കാര്യം, നല്ല ഹൃദയമാണോ എന്ന് നോക്കണം. അപ്പോൾ ചക്കയാണോ ചേച്ചി ചൂഴ്ന്ന് നോക്കാമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ട്. നല്ല ഹൃദയമാണോ എന്ന് ചോദിച്ചാൽ നല്ല പോലെ ബിഹേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നന്നായിട്ട് എന്താ പറയുക, മറ്റുള്ളവരോട് പെരുമാറുന്ന ആ രീതികളൊക്കെ കാണുമ്പോൾ നല്ല ഹൃദയമാണെന്ന് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞുതരാം, എൻ്റെ കാര്യത്തിൽ തന്നെ. ഇപ്പോൾ 25 വർഷം മുമ്പുള്ള എൻ്റെ കാര്യം ഇപ്പോൾ കുറച്ച് മാറിയേക്കാം എന്ന് പറയുമെങ്കിലും ദിൽ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഹൃദയമുള്ളവനാണെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യും. കേട്ടോളൂ. എൻ്റെ വീട്ടിലേക്ക് അരവിന്ദും അരവിന്ദിൻ്റെ അച്ഛനും അരവിന്ദിൻ്റെ അമ്മാവനും അമ്മയുടെ സഹോദരനുമാണ് എന്നെ കാണാൻ വന്നത്, മാവേലിക്കരയിൽ നിന്ന്. അപ്പോൾ അവർ എറണാകുളത്ത് വന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി പെരുമ്പാവൂർ വരികയാണ് കേട്ടോ. എത്ര ദൂരമുണ്ട് അന്നത്തെ കാലത്തൊക്കെ, ബസ്സിലാണേ വന്നത്. അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ടാക്സി ചോദിച്ചു അച്ഛൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള. എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർക്കറിയാം, ആ ടാക്സി ഡ്രൈവറിനെ അറിയാം. അവർ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കി, കറക്റ്റായിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇറക്കി. കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇനി അടുത്തതിൽ പറയാം എന്താണെന്ന്. അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത പോയിന്റിൽ അത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റിൽ ഞാൻ പറയുന്നത്, ഇവർ പോകാൻ ഇറങ്ങുകയാണ്. പിന്നെ സംസാരമൊക്കെ കഴിഞ്ഞ് പോകാൻ ഇറങ്ങുമ്പോൾ എൻ്റെ അനുജൻ പറഞ്ഞു, അവിടെ ഡ്രൈവറുണ്ട്, അവനും കൂടെ വന്നിട്ട് നമ്മൾ കൊണ്ടാക്കാം, ബസ് സ്റ്റാൻഡിൽ KSRTC ബസ് വരുന്നിടത്ത് കൊണ്ടുവന്നാക്കാം, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അങ്കമാലിയിലേക്കാണ് അവർ പോയത്, കാരണം ഡയറക്റ്റ് ഒരു ട്രെയിൻ വരുന്ന സമയമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ പോയി കേട്ടോ. അങ്ങനെ ഇറങ്ങുമ്പോൾ ഈ അരവിന്ദ് എന്താ ചെയ്തതെന്നറിയോ, അംബാസിഡർ കാറിൽ എന്നൊക്കെ ബാക്കിൽ ഇങ്ങനെ തുറന്ന് പിടിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ്? അമ്മാവൻ കയറാൻ വേണ്ടി. അപ്പം അപ്പുറത്തുനിന്ന് പോയി തന്നെ തുറന്ന് കയറി. അപ്പം തുറന്ന് പിടിച്ച് അമ്മാവൻ കയറി ഇരുന്നതിന് ശേഷം അടച്ചിട്ടാണ് അരവിന്ദ് മുമ്പിലെ സീറ്റിൽ കയറിയിരുന്നത്. അപ്പം തന്നെ ഞാനും അച്ഛനൊക്കെ കണ്ടുകൊണ്ട് നിൽക്കല്ലേ. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, അയ്യോ നല്ല മര്യാദയുള്ള മൂത്തവരെ ബഹുമാനിക്കുന്ന പയ്യൻ. ടിക്ക് മാർക്ക് കിട്ടിയേ. അപ്പം അത് ഓർക്കണം കേട്ടോ. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ, ഈ എന്താ പറയുക, കുറച്ച് ജനറൽ നോളജും അവെയർനെസ്സൊക്കെ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്. അപ്പോൾ പെൺകുട്ടികൾക്ക് എത്തരത്തിലുള്ള ഹസ്ബൻഡിനെയാണ് വേണ്ടതെന്ന് അവർ തന്നെ ഒന്ന് മനസ്സിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ. ചിലർക്ക് സ്പോർട്സ് ആയിരിക്കാം ഇഷ്ടം, അപ്പോൾ നല്ല സ്പോർട്സിനെ പറ്റി അവഗാഹമുള്ളവരായിരിക്കണം എന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളുണ്ടാകും അല്ലേ. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നല്ല ഒരു കഥയാണ് അല്ലേ, 1986 എന്നല്ലേ കഥയുടെ പേര്, സിനിമയുടെ പേര്. നമ്മുടെ ഇത് എന്താ പറയുക, അയ്യോ, ഇന്ത്യ വേൾഡ് കപ്പ് എങ്കോ ജയിച്ച ആ സമയം എന്തോ അല്ലേ. ഞാനും ഈ പറഞ്ഞ പോലെ ഞാനും ഭയങ്കര ക്രിക്കറ്റ് ഫാനാണ്. എനിക്ക് ക്രിക്കറ്റൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നേ ഉള്ളൂ, ഞാൻ സ്പോർട്സിൻ്റെ ഫാനേ അല്ല കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അതിനകത്ത് നിവിൻ പോളിയുടെ ക്യാരക്ടർ ഭയങ്കര ക്രിക്കറ്റ് പ്ലെയറാണ്, അങ്ങനെ ഭയങ്കര ഏസ് പ്ലെയറാണ് പുള്ളിക്കാരൻ, നല്ലതായിട്ട് കളിക്കുന്ന, സ്റ്റേറ്റിലേക്കൊക്കെ കയറാനൊക്കെ നോക്കുന്ന, എന്നാലും വളരെ താഴ്ന്ന രീതിയിൽ കളിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. പക്ഷേ എല്ലാ വിധത്തിലുള്ള കഴിവുകളുള്ളൊരു പയ്യനാണ്. അപ്പം ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അരച്ച് കലക്കി കുടിച്ച് വെച്ചിരിക്കുകയാണ്. ആ സമയത്തൊക്കെ സ്പോർട്സ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കൊക്കെ അല്ലേ വരിക. അപ്പോൾ അവിടെ ഒരു ഫോട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ ആണോ അതോ എന്തോ, അതാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അപ്പോൾ അതിനകത്ത് ഈ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന പെൺകുട്ടി നോക്കിയിട്ട് എന്താ പറയുക, ഇത് ആരാ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് പേര്, സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ ആണോ കപിൽ ദേവിൻ്റെ ആണോ എന്തോ ഒരു വലിയൊരു ആളുടെ പേര് പറയണ്ടേ. 86-ൽ കപിലുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ തെറ്റിച്ച് പറയാൻ പാടില്ല. സച്ചിൻ തെണ്ടുൽക്കർ എന്ന് തന്നെ എടുക്കട്ടെ, ഞാൻ സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയണേ.
പറയാണ്. അയ്യോ ചേട്ടാ, എനിക്ക് സിനിമാ താരങ്ങൾ, അത് ഹിന്ദി സിനിമാ താരങ്ങളെയൊന്നും അറിയില്ല എന്ന്, അത് ക്രിക്കറ്റ് താരമാണെന്ന് പോലും പുള്ളിക്ക് അറിയില്ല എന്ന് പറഞ്ഞ കണക്കാണ്. എനിക്ക് സ്പോർട്സുമായിട്ട് ബന്ധമില്ലായിരുന്നു, എനിക്ക് സ്പോർട്സിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാനും വയ്യ. പക്ഷെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്കറിയേണ്ടിയിരുന്നത് എത്രത്തോളം ജനറൽ നോളജ് ഉണ്ട്, എത്രത്തോളം ഡ്രസ്സിങ് സെൻസ് ഉണ്ട്, എത്രത്തോളം കാര്യങ്ങളൊക്കെ അറിയാം, എൻ്റെ ചെറിയ ബുദ്ധിയിലൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ടോപ്പിക്ക് വെച്ച് സംസാരിച്ചപ്പോൾ അരവിന്ദൻ്റെ മനസ്സിൽ ഇതായിരുന്നു, ഈ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമോ, ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഹീ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു മീ ഇൻ ഇംഗ്ലീഷ്. സോ ഐ കുഡ്, ഐ യൂസ് ടു സ്പീക്ക് വെരി ഗുഡ് ഇംഗ്ലീഷ്, ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഹീ സ്പോക്ക് ടു മീ ആൻഡ് ഐ റിമെമ്പർ he was asking me, so you studied in Ernakulam, right? And he said, yes. So BA literature, so you will be speaking English. I said, I'm quite good at it. And after that, you joined law college. And why you didn't get in Ernakulam? Then I said, yeah, this is it. I just wanted to go outside. So because I was been in Kerala, the whole education time of mine was in Kerala, so I wanted to go out and explore, so my language skills also will improve. മനസ്സിലായില്ലേ? എനിക്ക് പുറത്ത് പോയി പഠിച്ചാൽ, ഇത്രയും വർഷങ്ങൾ ഞാൻ കേരളത്തിൽ പഠിച്ചതുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കേരളത്തിന് പുറത്ത് ചൂസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അരവിന്ദന് ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്ന് പിന്നെയാണ്ടോ പറയണേ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പറഞ്ഞു, അപ്പോൾ മഹാരാജാസിൽ പഠിക്കുമ്പോൾ പോയിട്ട് വരികയായിരുന്നോ, എങ്ങനെയാണ് കാറിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. നോ കാറിലൊന്നും നമ്മൾ പോകാറില്ല, ബസ്സിൽ തന്നെയാണ് പോകാറ്, അച്ഛനും അമ്മയൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോഴേ കാർ എടുക്കാറുള്ളൂ എന്നും പറഞ്ഞു. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പുള്ളി ഉത്തരം പറഞ്ഞത്, അത് ശരിയാണ്, അത് വി ഷുഡ് ഗോ ബൈ അവർ ഓൺ, വി ഷുഡ് ഡു അവർ തിങ്സ് ബൈ അവർ സെൽസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി കേട്ടോ. ഇംഗ്ലീഷും പറയുന്നുണ്ട്, നല്ലൊരു ജെൻറ്റിൽമാൻ. അത് കഴിഞ്ഞപ്പോൾ എന്തോ പറഞ്ഞു വന്നപ്പം ഞാൻ ചോദിച്ചു അങ്ങോട്ട്, ആസാമിൽ റുദാലി എന്ന് പറഞ്ഞ പാട്ട് എഴുതിയ ഗായകൻ്റെ വീട് ആസാം അല്ലേ, അങ്ങനെ ചോദിച്ചിട്ടോ. അപ്പോൾ അരവിന്ദ് ഇങ്ങനെ നോക്കിയിട്ട്, yes, do you watch Hindi movies? I said, of course, I do watch Hindi movies and I love the songs. അതിൽ ഞാനിങ്ങനെ പറയുകയും കൂടെ ചെയ്തു, ഈ ദിൽ ഹോം ഹോം കരേ. അപ്പോൾ ചോദിച്ചു, ഡു യു സിങ്? ഞാൻ പറഞ്ഞില്ല, ദിസ് ഇസ് ദ ഓൺലി തിങ്, രണ്ട് വരിയേ എനിക്കറിയാവുള്ളൂ. അപ്പോൾ അത് പാടിയ ആള് ആസാമീസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, യെസ്, ഭൂപേൻ ദാ എന്നാണ് എല്ലാവരും പറയുക. ഭൂപേൻ ദാ എന്ന് പറഞ്ഞാൽ ഏട്ടൻ, അണ്ണ എന്നൊക്കെ ഉള്ള അർത്ഥമാണ് അവിടെ. ഭൂപേൻ ദാ എന്നാണ് എല്ലാവരും വിളിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പം ആ പാട്ട് എനിക്ക് അറിയാമെന്ന് മനസ്സിലായി. പറഞ്ഞു, എങ്ങനെയാണ് ഇതൊക്കെ അറിയണേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബ്രുദാലി സിനിമ കണ്ടപ്പോൾ ഈ പാട്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ നോക്കുകയുണ്ടായി. അപ്പോൾ അത് ആ സിനിമ വന്ന സമയത്ത് സ്റ്റാർ ഡസ്റ്റിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ദ ഫേമസ് ആസാമീസ് സിംഗർ ഹാഡ് സങ് ഫോർ ദിസ് മൂവി കോൾഡ് റുഡാലി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് എനിക്ക് പറഞ്ഞു, വേറെ നല്ല പാട്ടുകളുണ്ട്, ആസാമീസിലും പാടും, നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഹി ഈസ് ക്വൈറ്റ് അവെയർ ഓഫ് ഓൾമോസ്റ്റ് എവ്രിതിങ്. അപ്പോൾ പിന്നെ സ്പോർട്സ് ഞാൻ പറഞ്ഞു, അയ്യോ ഇല്ല എനിക്കറിയാം. പറഞ്ഞു, ഞാൻ ടെന്നീസ് കളിക്കും. ഐ വാസ് വെരി ഇംപ്രസ്ഡ്. കാരണം എന്താണെന്നറിയോ, ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ ടെന്നീസ് പ്ലെയേഴ്സിനെ പറ്റിയിട്ട് ഒരു പ്രസംഗം പറയാൻ എൻ്റെ മിസ്സ് പറഞ്ഞായിരുന്നു. ബാഡ്മിൻ്റൺ പ്ലെയേഴ്സിനെ പറ്റി ഒരു ചെറിയ 10 മിനിറ്റ് എന്തെങ്കിലും ആകെ ഒന്ന് സംസാരിക്കുമോ, അപ്പോൾ പിള്ളേർക്ക് അതുപോലെ സംസാരിക്കാനായിട്ട് തോന്നുമല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ അതിനകത്ത്? ഞാൻ പറഞ്ഞു, മർട്ടീന നവ്രത്ലോവ, പിന്നെ അറിയാൻ പറഞ്ഞില്ല ഞാൻ, അവരൊക്കെ വലിയ ഏസ് ടെന്നീസ് പ്ലെയേഴ്സാന്ന്, ബാഡ്മിൻ്റൺ പ്ലെയേഴ്സാന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പയ്യനുണ്ടായിരുന്നു, അയാൾ തിരുത്തി അവിടെ നിന്ന്, നീ എന്ത് പൊട്ടത്തരാ പറയണേ, അയ്യേ ബാഡ്മിൻ്റൺ പ്ലെയർ പ്രകാശ് പാദുക്കോണിന് പറ എന്ന് പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ ദീപിക പാദുക്കോണിൻ്റെ അച്ഛൻ, അത്രയും പോലെ അറിയില്ല, ചുമ്മാതങ്ങ് പറഞ്ഞു. അന്നത്തെ ചെറിയ ക്ലാസ്സൊക്കെ അല്ലേ. അപ്പോൾ ഞാനത് ആലോചിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മൈ ഗോഡ്, ഹീസ് എ ടെന്നീസ് പ്ലെയർ. അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും ടെന്നീസ് കളിക്കണവരൊന്നും ഇല്ല എന്ന്. അപ്പോൾ അങ്ങനെയും എനിക്കൊരു എഡ്ജ് കിട്ടി. സോ ഞാൻ പറഞ്ഞു വരുന്ന ഈ പയ്യന്മാർക്ക് നോക്കേണ്ടത് 2 ക്വാളിറ്റീസ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ടിക്കായില്ലേ, GK ഓക്കെയാണ്, പിന്നെ ഫസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞ പോലെ നല്ല മനസ്സുണ്ട്, ഇത് രണ്ടും ഓക്കെ ആയി. അപ്പം 4 പോയിന്റ് നോക്കണേൽ 50% ഓക്കെ ആയി. 3-ാമത്തെ പോയിന്റ് ലുക്സിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെ ആയിരുന്നു, എനിക്ക് പറ്റുന്ന ഒരാളായിരുന്നു, നല്ല ഹൈറ്റുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് 60% ഓക്കെ ആയി. ലുക്സിലും ഓക്കെ ആയി, പിന്നെ ഇതിലും ഓക്കെ ആയി.
പിന്നെ വിദ്യാഭ്യാസം, അത് പറയേണ്ട കാര്യമില്ലല്ലോ. വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുള്ള ആണുങ്ങളെ തന്നെ സെലക്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നം. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അപ്പോൾ ഇത് പെണ്ണ് കെട്ടണ്ടേ അല്ലെങ്കിൽ കല്യാണം കഴിക്കണ്ടേ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള പെൺകുട്ടികളുണ്ടാവുമല്ലോ. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ബിസിനസ്സൊക്കെ ആണെങ്കിൽ കഴിക്കാം എന്നൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് മാച്ച് മേക്കിംഗ് എന്ന് പറയുന്നത്. എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് ഞാൻ നോക്കാൻ പറയുന്നത്. സോ 3-4 കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞു. പിന്നത്തെ എന്താണെന്നറിയോ, ഹൗ ഡു ദേ ബിഹേവ് ഇൻ ദെയർ ഫാമിലി. അവരുടെ പേരൻസിനെയും അവരുടെ സിസ്റ്ററിനെയും അവരുടെ ബ്രദറിനോടൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അന്ന് ആ സമയത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മയോടൊക്കെ ഉള്ള സ്നേഹം ഉണ്ടല്ലോ, നമുക്കത് മനസ്സിലാകും സംസാരിക്കുമ്പോൾ. അല്ലെങ്കിൽ അമ്മയും സിസ്റ്ററിനെയൊക്കെ കൊണ്ടുവരുമല്ലോ കാണിക്കാനായിട്ട്. അപ്പം നമുക്ക് അവരോടുള്ള പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, യെസ് ഹീസ് എ ജെൻറ്റിൽമാൻ. അങ്ങനെ എന്തിനാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ആ പെൺകുട്ടികളോട്, അതായത് ഒരു പെങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇച്ചിരി കൂടെ അറിയാൻ പറ്റില്ല പെൺകുട്ടികളുടെ സ്വഭാവം. അമ്മയോടുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് നല്ലതാണ്. ആ സമയങ്ങളിൽ അമ്മ അച്ഛൻ ആ ഒരു കുടുംബം എന്താണെന്ന് അറിഞ്ഞു വരുന്ന ആൺമക്കളുണ്ട്. അപ്പം നമ്മളിങ്ങനെ ചോദിക്കുമായിരുന്നു, പുറത്തൊക്കെ പോവോ നിങ്ങൾ, അങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പോൾ പറയും നമ്മൾ വല്ലപ്പോഴേ പോവുള്ളൂ, അങ്ങനെ അധികം പുറത്ത് പോകണവരല്ല. പുറത്ത് പോകണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ പോവുക. എറണാകുളത്ത് വന്ന് വല്ലപ്പോഴും ഒരു 2-3 പ്രാവശ്യം വന്നിട്ടുള്ളൂ എറണാകുളത്ത് മാവേലിക്കരയിൽ നിന്ന് ഡ്രസ്സ് മേടിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഓക്കെ ആയി. ഇപ്പോൾ ഞാൻ പറഞ്ഞേ, അവർ ഫാമിലിയിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കണം, എഡ്യൂക്കേഷൻ നോക്കണം, പിന്നെ പഠിച്ചത് ഏത് സ്കൂളിലാണ് കോളേജിലാണെന്നും കൂടെ ചിലർ നോക്കാറുണ്ട്. ഞാനും ആ രീതിയിൽ അങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിയ കോളേജുകളൊന്നും നമുക്ക് അവിടത്തെ ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ CV തരാൻ പറഞ്ഞു. പുള്ളിയുടെ ജോലി അത്ര വലിയതായിട്ടില്ല എന്നും തുറന്ന് സമ്മതിച്ചു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, CV മേടിച്ചു. അപ്പോൾ അതിനകത്ത് എല്ലാത്തിൻ്റെയും കോപ്പി ഒന്ന് വെക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് കോളേജുകളുടെ പേരൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ എൻട്രൻസ് എഴുതിയാണ് അന്നത്തെ കാലത്തെ എഞ്ചിനീയറിംഗ് ഉള്ളത്. അല്ലെങ്കിൽ വളരെ റെയറായിട്ട് മണിപ്പാലിലൊക്കെ പോയി പഠിക്കുന്നവരുണ്ട്. അത് വളരെ റിച്ച് ആയിട്ടുള്ള കിഡ്സിനാണ് അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ അന്നത്തെ കാലത്ത്. അപ്പോൾ അതല്ലാന്ന് മനസ്സിലായപ്പോൾ തന്നെ നമുക്ക് ആ എഞ്ചിനീയറിംഗ് ഒക്കെ അന്ന് എഴുതിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ അതിനൊക്കെ വളരെ വാല്യൂ കൊടുത്തിരുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആൺകുട്ടികളെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ പെൺകുട്ടികളെ സെലക്ട് ചെയ്യാനായിട്ട് ആൺകുട്ടികൾ എന്ത് ചെയ്യണം, ആൺകുട്ടികളുടെ അമ്മമാരിപ്പോൾ കേൾക്കാൻ നോക്കിയിരിക്കുകയായിരിക്കും അല്ലേ. ഇതേ പോയിന്റ്സ് തന്നെയാണ്. പെൺകുട്ടിയും ഇതുപോലെ ഹൃദയം എങ്ങനെയാണെന്നുള്ളത് അറിയണം. അതായത് കൈൻഡ് ഹാർട്ടഡ് ആണോ എന്ന് അറിയണം. അതിന് വേണമെങ്കിൽ ചിലർ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, പട്ടിക്കുട്ടികളെ എടുത്തുകൊണ്ട് ഇറക്കുന്ന കുട്ടികളെയൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം നമുക്ക്, കൈൻഡ് ഹാർട്ടഡ് ആണ്. അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാനാണെങ്കിൽ എപ്പോഴും അച്ചമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്. ഞാൻ കൈൻഡ് ഹാർട്ടഡ് ആണെന്നും പിന്നെ ഈ അവരുടെ അച്ഛൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്, അരവിന്ദിൻ്റെ പപ്പ എന്നെ പിടിച്ചിട്ട് ഇപ്പോഴേ ഇഷ്ടമായോ, അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞു എന്ന്. ചില പിള്ളേരാണെങ്കിൽ ഇങ്ങനെ മിണ്ടാതൊക്കെ നിൽക്കും, സംസാരിക്കില്ല. അപ്പോൾ ഒരു തുറന്ന ഹൃദയവും ഉണ്ട്, കൈൻഡ് ഹാർട്ടഡ് ആണെന്ന് മനസ്സിലായി. അമ്മൂമ്മയെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പേര്, ഞങ്ങളുടെ വീടിൻ്റെ പേര് കാർത്തിക എന്നാണ്. അപ്പം ഞാനങ്ങ് പറഞ്ഞു കാർത്തിക, അതെൻ്റെ അച്ഛമ്മയുടെ പേരാണ്, ഞാനിട്ടതാ കാർത്തിയായിനി എന്നുള്ള പേര് കാർത്തിക എന്നാക്കി വെച്ചാന്ന് ഞാനാ പറഞ്ഞു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ അവർ നോട്ടീസ് ചെയ്തു. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ, ഞാൻ എൻ്റെ അനുഭവം കലർത്തി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒന്ന് ഇറക്കം ഉണ്ടാവും. 2-3 വഴക്കുകളൊക്കെ വീട്ടിലേക്ക് ഉണ്ടായാലും അവരുടെ അച്ഛനും അമ്മയെ നോക്കാനോ അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടുന്നതെല്ലാം എത്തിച്ചു കൊടുക്കാനോ ഒക്കെ ഒന്ന് ശ്രമിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇല്ലേ, ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെക്റ്റ് ചെയ്യരുത്. ആദ്യത്തെ കാലഘട്ടങ്ങളിലുള്ള ചേർച്ചകളെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്? പിന്നീട് ഒരുപക്ഷെ ഒരുപാട് അടുത്ത് വരുമ്പോൾ പിന്നെയും പെട്ടെന്നായിരിക്കും ഇതിങ്ങനെ അകന്നു പോകുന്നത് ഫാമിലീസ്. പക്ഷേ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫും തമ്മിൽ അകലാതിരിക്കാൻ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റേതൊക്കെ ഇറ്റ്സ് ഓക്കെ, അത് അകലും വരും മുട്ടും, അതൊക്കെ അവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ. നമ്മൾ അതല്ല സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഒരു പയ്യനും പെണ്ണും കൂടെ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെടേണ്ടതെന്നാണ്. പിന്നെ കുറച്ചൊക്കെ ഒരു കമ്പാറ്റബിലിറ്റി വേണം. ഒരുപാട് വെളുത്ത പയ്യന് ഒരുപാട് കറുത്ത പെണ്ണ്, അതെന്താണെന്ന് വെച്ചാൽ അത് ഫെയർനെസ്സിൻ്റെയും പിന്നെ കളറിൻ്റെയും ഇതിനൊന്നും അല്ല ഞാൻ പറയുന്നത്, മാച്ച് ആകാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ കേട്ടോ. കാരണം എന്താണെന്ന് പറയുക, ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ടാവും. പിന്നെ ഒരുപാട് പൊക്കമുള്ളവർക്ക് ഒരുപാട് ഷോർട്ടായാലും കാണുമ്പോൾ ഒരു ഇൻകമ്പാറ്റബിലിറ്റി തോന്നും. കാഴ്ചയിലുള്ള കമ്പാറ്റബിലിറ്റി ആദ്യം കാലങ്ങളിൽ വലിയ കാര്യമാണ്.
പക്ഷേ ചിലർക്ക് ഇങ്ങനെയും ചിന്തിക്കാം, എനിക്ക് ഇത്രയും 6 അടി പൊക്കമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഒരു 5 അടി 3 ഇഞ്ചൊക്കെ ഉള്ളെങ്കിൽ എടുക്കാം, അതല്ല 5 അടി ഉള്ളെങ്കിൽ ചിലപ്പോൾ കുറച്ച്. അപ്പോൾ ഒരു ബാലൻസിങ്ങിൽ പോകണമെന്നാട്ടോ ഞാൻ പറയണേ. കാരണം എന്താണെന്നറിയോ, കുറച്ച് കഴിയുമ്പോഴേ ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഈ അമ്മയുടെ ഇതിലങ്ങ് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രണ്ടുപേരുടെയും മിക്സപ്പ് ആകും, അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഏകദേശം ആയി കഴിയുമ്പോൾ ഒരു കറക്റ്റ് ഇപ്പം ഞാനൊരു 5 അടി 5 ഇഞ്ചിൻ്റെ അടുത്ത് കാണും, 4.5 5 ഉണ്ട് ഓൾമോസ്റ്റ്, അരവിന്ദ് ഓൾമോസ്റ്റ് 6 അടി ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ മോള് 5 അടി 6 ഇഞ്ച് അങ്ങനെയാണ് വന്നിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഷൂട്ടായിട്ട് പോവുകയും ചെയ്യും കേട്ടോ. ഇതൊരു മാച്ച് മേക്കിങ്ങിന് വേണ്ടി പറയണതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നില്ലേ അങ്ങനെ വരുന്നില്ലേ എന്നൊക്കെ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ. മാച്ച് മേക്കിങ്ങിന് എന്തൊക്കെ നമ്മൾ നോക്കേണ്ടതാണെന്നുള്ളതിന് പറഞ്ഞാണ്. പിന്നെ ഈ പറഞ്ഞ ജാതകം എന്തിനാണ് നോക്കുന്നതെന്ന് അറിയുമോ? നമുക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ജാതകത്തിൻ്റെ തലയിലിടാം. അല്ല ഞങ്ങളുടെ ജോലിസിന് നോക്കിയപ്പോൾ ഇത് ചേരില്ല എടുക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറയും, മനസ്സിലായില്ലേ, നമുക്ക് വേണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ അവർ പിന്നെ പോയി നോക്കൂല, നമ്മൾ ആദ്യം നോക്കിയിട്ട് നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ. അല്ല അവരാണ് നോക്കിയിട്ട് പറയുന്നതെങ്കിൽ അവർക്കും ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് പറയാമല്ലോ, അപ്പം നമ്മൾ മിണ്ടണ്ട. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ജാതകം എന്ന് പറയുന്നതെന്നാണ് എൻ്റെ കുഞ്ഞറിവിൽ ഞാൻ പറയുന്നത് കേട്ടോ. എപ്പോഴും ഒരു ജാതകം പോയി നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും പറ്റും. പിന്നെ നമുക്ക് നമുക്ക് വേണ്ടിയ ആളാണെങ്കിൽ അത് ചേരുകയും ചെയ്യും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് യുവർ മാൻ. അത് ചേരുന്നില്ലെങ്കിൽ അങ്ങനെ എടുത്തൂടെ, നമുക്ക് ഇതൊക്കെ ഒരു നിമിത്തമായിട്ടൊക്കെ എടുത്തൂടെ? നമുക്ക് അറിയില്ലല്ലോ, ഇൻറ്റ്യൂഷൻസും അതൊന്നും നമുക്കൊന്നും അറിയാത്തതുകൊണ്ട് ഈ ജാതകത്തിനെ അങ്ങനെ ഒരു ടൂളായിട്ട് എടുക്കാം. അപ്പം ചോദിക്കും, ക്രിസ്ത്യൻസും മുസ്ലിംസും ജാതകം നോക്കിയിട്ടാണോ? അല്ല, അതല്ലേ അല്ല. അപ്പോൾ അവിടെയും നടക്കുന്നുണ്ട് ഡിവോഴ്സ്, ഇവിടെയും നടക്കുന്നുണ്ട് ഡിവോഴ്സ്. പക്ഷേ ഇതൊരു പാറ്റേണിൻ്റെ കീഴിൽ ഓരോ റിലീജിയന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടാക്ടിക്സ് ആണ് ഞാൻ പറയുന്നത്, ടു ഫൈൻഡ് ഔട്ട് എ നൈസ് മാച്ച് കേട്ടോ. ഇതാണ്. പിന്നെ ചക്കയല്ലല്ലോ ചുഴുന്ന് നോക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ ഇത്രയൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എൻ്റെ കാര്യത്തിലും അരവിന്ദ് അങ്ങനെയാണ് പറഞ്ഞാൽ, ഈ കുട്ടിക്ക് ഒരു ഇത്തിരിയെങ്കിലും ജനറൽ നോളജ് ഉണ്ട്, ഭൂപേൻ താനെയൊക്കെ പറയണം, ഒരു ഉടാലി പാട്ടൊക്കെ അറിയാം. പിന്നെ അപ്പോൾ പാട്ടുകളെ പറ്റി പറഞ്ഞപ്പോഴും ഞങ്ങൾ കുറച്ച് ഫേമസ് പാട്ടൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ യേശുദാസ് പാടിയ ഹിന്ദി പാട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞു. സോ ഇറ്റ് വെൻറ്റ് ഓഫ് വെരി വെൽ. നല്ല ഒരു ഫീലോട് കൂടിയാണ് അത്. ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ അരവിന്ദിനും എനിക്കും പറ്റി. പിന്നെ അരവിന്ദ് എന്നോട് പറഞ്ഞത് ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കണം എന്നുണ്ടായിരുന്നു എന്ന്. പക്ഷെ അരവിന്ദ് തന്നെ ശരിക്കും മേക്കപ്പ് ചെയ്തൊക്കെ കണ്ടത് ഞാൻ കല്യാണ മണ്ഡപത്തിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ്. എനിക്കല്ലാതെ മേക്കപ്പ് ചെയ്യുന്ന സ്വഭാവം ഇല്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് അന്നൊക്കെ ഫെയർ ആൻഡ് ലവ്ലിയാണ്, ഇച്ചിരി വെളുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഫെയർ ആൻഡ് ലവ്ലി വരട്ടി വെക്കും, കുറച്ച് ചിലപ്പോൾ പൗഡർ ഇടും, ഒരു പൊട്ട് കുത്തും, കണ്ണെഴുതി ഇങ്ങനെ വെക്കും. ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ കണ്ണ് വലുതായിട്ട് തോന്നും. ഇപ്പം എൻ്റെ കൺമഷിയൊക്കെ പരന്നിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ വാല് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ പരന്നിട്ടാണേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഡാൻസിനോട് ഭയങ്കര ഭ്രമമാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ മദ്രാസിലാണ് ജോലി എന്നാണ് കേട്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മദ്രാസിലേക്ക് പോകാൻ പറ്റുമല്ലോ അല്ലേ അത് കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉഴപ്പിയൊക്കെ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജോലി കുറച്ച് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ കണ്ടത്, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ. ബട്ട് ദാറ്റ് വാസ് ഓക്കെ. കാര്യം ജോലി ഇല്ല എന്ന് പറഞ്ഞ് കഴിക്കാനാണെങ്കിൽ നടക്കൂലായിരുന്നു ആ കല്യാണം. അപ്പോൾ ഒരു ചെറിയ ഒരു നുണ പറഞ്ഞിട്ടുണ്ട് അവിടെ. ബട്ട് ഇറ്റ്സ് ഓക്കെ, നല്ലൊരു ബന്ധം വന്നല്ലോ. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ചിലതൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാം. കാരണം എന്താണെന്നറിയോ, 100% എല്ലാവരും നന്നായിട്ട് വരുമോ? എല്ലാവർക്കും കുറ്റങ്ങളുണ്ടാവും. ഞാനും ചില സ്ഥലങ്ങളിൽ വില്ലത്തിയായിരിക്കും അല്ലേ ചില ആൾക്കാർക്ക്. ഞാൻ ഈ പറഞ്ഞു വന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്, ആൾക്കാർക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്കും ചില പാകപ്പഴികളൊക്കെ പറ്റാറില്ലേ? അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ മറ്റുള്ളവർക്കും. അങ്ങനെ ആലോചിച്ചാൽ മാത്രം മതി നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകും. സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകും. അപ്പം നിങ്ങൾ ഇപ്പോൾ കല്യാണം കഴിക്കാൻ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡേറ്റിങ്ങിലിരിക്കുന്നവരൊക്കെ ഈ ക്വാളിറ്റീസ് ആ പയ്യനിലുണ്ടെങ്കിൽ വിട്ടുകളയരുത്. ഈ ക്വാളിറ്റീസ് ഈ പെൺകുട്ടിയിലുണ്ടെങ്കിൽ വിട്ടുകളയരുത്. വസ്ത്രധാരണം അതും മുഖ്യമാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഫാഷനായിട്ട് ചെയ്യണം എന്നല്ല. നിങ്ങൾ ഈ മുടിയൊക്കെ ഇങ്ങനെ ഫ്രീക്ക് ചെയ്തൊക്കെ നടക്കുന്ന പിള്ളേരില്ലേ, ആ പിള്ളേരെ എന്നും ചിലപ്പോൾ കല്യാണം കഴിച്ചാൽ ചൊവ്വാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. ചിലപ്പോൾ അതുപോലെ ഫ്രീക്ക് അടിച്ച് നടക്കുന്ന ഗേൾസ് ഉണ്ടാവില്ലേ, ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇവിടെയൊക്കെ ടാറ്റു ഒക്കെ കുത്തിയിട്ട്, അവർക്ക് അങ്ങനെയും ഇഷ്ടമുണ്ടാവും. അപ്പോൾ ആ 2 പേരും മാച്ച് ആവും കേട്ടോ. അതും എന്ന് കരുതിയത് ഫ്ലോപ്പ് ആവുന്നതല്ല. മാച്ചിങ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ഈച്ച് വൺസ് പെർസ്പെക്റ്റീവ്. ഇപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ പെർസ്പെക്റ്റീവ്സ് എല്ലാം ആ ഫ്രീക്ക് പയ്യന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ,
കാരണം ആ പെൺകുട്ടിയിലും ഉണ്ടല്ലോ ആ ഫ്രീക്ക്നെസ്. അപ്പോൾ അങ്ങനെ ഫ്രീക്ക്നെസ് ഉള്ളവർ തമ്മിൽ മാച്ച് ആകും. അപ്പോൾ ഐഡിയലി സ്പീക്കിംഗ് അങ്ങനെ ഒരു മാച്ച് മേക്കിംഗ് ഐഡിയൽ ആയിട്ടുള്ള മാച്ചിനെ കിട്ടില്ല ആർക്കും. ഒരു വിധത്തിൽ ഒരു 10ൽ 7 ഉണ്ടെങ്കിൽ തന്നെ 10ൽ 10 കിട്ടിയ പോലെ, അതായത് 100% പെർസെൻറ്റൈൽ കണക്കിലെടുക്കണം കേട്ടോ. വിവാഹമൊക്കെ അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. പിന്നെ സ്വർഗത്തിലാണല്ലോ നടത്തി വിടുന്നത് അല്ലേ. പിന്നെ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലവുകൾ ആർഭാടമായിട്ടുള്ള ചിലവുകൾ വരുത്തി വെക്കരുത്. പേരൻസിന് ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പോലും അത് നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, ഐ എം ടെല്ലിങ്, ഒരു 10 പേർക്ക് സ്പോൺസർ ചെയ്യൂ വിവാഹം നടത്താനായിട്ട്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? ആ വിവാഹത്തിൽ നിങ്ങളുടെ നടത്തണം. അങ്ങനെ അത്ര വലിയ ഐഡിയലായിട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ആർക്കെങ്കിലും നിങ്ങൾ ശരിക്കുള്ള ആളുകളെ കണ്ടുപിടിച്ച് നിങ്ങളുടെ മകളുടെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവരോടുകൂടെ ഡിസ്കസ് ചെയ്ത് ഇത്രയും നമുക്ക് ഇതിലേക്ക് മാറ്റി വയ്ക്കാം, ഈ 3-4 ഫംഗ്ഷൻസിന് ഇത്ര രൂപയാവില്ലേ, അപ്പോൾ അത് അങ്ങനെ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മകളെ എത്രയോ കാണുന്നുണ്ടല്ലേ. എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കുട്ടി കല്യാണം കഴിക്കണേ ഇല്ല എന്ന് എപ്പോഴും പറയുന്നത്. അറിയില്ല കേട്ടോ, എനിക്ക് അതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ കാര്യങ്ങളൊന്നും അതിൽ പറയാത്ത. എൻ്റെ വരവിൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയാം. നെക്സ്റ്റ് ജനറേഷൻ്റെ കാര്യം നമ്മൾ പറയാൻ പാടില്ല എന്നുമാണ്. ദേ വോണ്ട് ലൈക്ക് ഇറ്റ്, അതാണ് കേട്ടോ. അല്ലാതെ നിങ്ങളോട് പറയുന്നത് കൊണ്ട് എനിക്ക് ഒന്നും മറച്ചു വെക്കുന്ന പരിപാടിയൊന്നുമില്ല. ബട്ട് സർട്ടൻ തിങ്സ് നമ്മൾ ഗോപ്യമായിട്ട് വെക്കണമെന്ന് പറയില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ, അതായത് നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും പറയാത്തത് കേട്ടോ. ബട്ട് ഐ വിൽ ബി ടെല്ലിങ് മൈ ഓൺ എക്സ്പീരിയൻസസ്. ഇപ്പോൾ ഇത്രയും കാലങ്ങളിൽ ഇവിടെ വന്ന് ജീവിക്കുന്നില്ലേ, ഇവിടെ നിന്നില്ലേ, ഇവിടം വരെ വന്നില്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി ഞങ്ങളുടെ 2 പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാമല്ലോ. അത് എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ആയിരിക്കില്ല, വഴക്കുമൊക്കെ ഉണ്ടാകും. ബട്ട് ദാറ്റ് ഡസൻറ്റ് മേക്ക് മാരേജ് എ ഹൊറിബിൾ മാരേജ് അല്ലേ. ചെറിയ വഴക്കുകളൊന്നും. ആ മാരേജ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനോട് എനിക്ക് വളരെ ഇഷ്ടമാണ് സുഹൃത്തുക്കളെ. ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാര്യം അമ്മായി അച്ഛൻ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോ, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ അത് നമ്മളെ ബാധിക്കാത്ത രൂപത്തിൽ വി ഷുഡ് ലിവ് അവർ ലൈഫ്. അതിനാണ് നിങ്ങൾക്ക് സാമർഥ്യം വേണ്ടത്. ഓക്കെ. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മക്കളാണെങ്കിൽ, അവർക്കൊരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ, അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ദേ വിൽ ലിവ് ദെയർ ലൈഫ് മെറിലി ആൻഡ് ഹാപ്പിലി. കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് കൊടുക്കാനും പാടില്ല. ഈ ഹസ്ബൻഡ് ആണ് എൻ്റെ ഹാപ്പിനെസ്, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. എൻ്റെ ഹാപ്പിനെസ് എന്നിലാണ്, അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് അദ്ദേഹത്തിലാണ്. ഈ വിവാഹം എന്ന് പറയുന്ന കോൺട്രാക്റ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഹാപ്പിനെസ് എന്തും നിങ്ങൾ ചെയ്തോളൂ. അല്ലാതെ പെണ്ണ് പിടിക്കാൻ പോകരുത്, ചരസടിക്കാനും കഞ്ചാവടിക്കാനും പോകരുത്, ഒരുപാട് വെള്ളം അടിക്കരുത്. ഇത്രയും 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക 2 കൂട്ടരും കേട്ടോ. പിന്നെ ഫ്രണ്ട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. ഇതൊക്കെ ഒന്ന് നോക്കിയാലും മതി. ഫ്രണ്ട്സ് വേണ്ടെന്നല്ല, അവരുടെ കൂടെ തന്നെ എല്ലാം ചെയ്ത് നടക്കുന്ന ചില ആൺപിള്ളേരുണ്ട്. പെൺകുട്ടികൾക്ക് അത്രയില്ല. സോ ഇതൊക്കെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ തലമുറയാണല്ലോ, എൻ്റെ മകളെ ഞാൻ കാണുന്നുണ്ട്, അത്ര കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സോ പ്ലീസ് ടേക്ക് ദിസ് ഇൻ എ ഗുഡ് സെൻസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കണ്ടിട്ട് പോകുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.